സർ, കഴിഞ്ഞ 8 വർഷമായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകരോടും പെൻഷൻകാരോടും ഈ സർക്കാർ ചെയ്യുന്ന ക്രൂരമായ അവഗണനയാണ് ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. സർ, നമുക്കിപ്പോൾ കഴിഞ്ഞ പുതിയ പേ കമ്മീഷൻ വയ്ക്കാറായി. പുതിയ പേ കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പാക്കി തുടങ്ങേണ്ട സമയം ജൂലൈ 1-ാം തീയതിയാണ്. പുതിയ പേ കമ്മീഷൻ പോലും ഇതുവരെ വെച്ചിട്ടില്ല. സർ, 5 കൊല്ലം മുമ്പുണ്ടായ പഴയ പേ കമ്മീഷൻ്റെ പേ റിവിഷൻ, ആ ശമ്പള പരിഷ്കരണ കുടിശ്ശിക സർ ഇതുവരെ കൊടുത്തിട്ടില്ല. സർ, നമുക്കറിയാം 39 മാസത്തെ DA ആണ് സർ കൊടുക്കാനുള്ളത്. 21% വന്നപ്പോൾ 2% മാത്രം കൊടുക്കുമെന്ന് ഉത്തരവിറക്കി 19% DA കുറിച്ച് മൗനം പാലിക്കുകയും അതിന് കിട്ടില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ആ ഉത്തരവിലൂടെ കൊടുത്തിരിക്കുന്നത്. സർ, അപ്പോൾ 19% DA, 39 മാസക്കാലത്തെ DA അത് കൊടുക്കുന്നില്ല. സർ, 5 വർഷക്കാലത്തെ ലീവ് സറണ്ടർ അത് കൊടുക്കുന്നില്ല. സർ, ആദ്യ 2 വർഷം ഡെഫർ ചെയ്യുകയും പിന്നീട് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് 4 കൊല്ലത്തെ ലോക്ക് ഇൻ പീരീഡ് പ്രഖ്യാപിക്കുകയുമാണ് ലീവ് സറണ്ടറിൻ്റെ കാര്യത്തിൽ സർക്കാർ ചെയ്തത്. സർ, സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിസപ്പ് പദ്ധതി സർ കോൺട്രിബ്യൂഷൻ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും സർക്കാർ അതിൽ നിന്ന് ലാഭമുണ്ടാക്കുകയും 300 കോടിയിൽ പരം ലാഭമുണ്ടാക്കുകയും മെഡിസപ്പിൻ്റെ ആനുകൂല്യങ്ങൾ പ്രധാനപ്പെട്ട രോഗങ്ങൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. നല്ല ആശുപത്രികൾ പോലും മെഡിസപ്പിൻ്റെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സാർ, ഇത്രമാത്രം സർക്കാർ ജീവനക്കാർ എത്ര കൊടുക്കാനുണ്ട് സർ? എത്രയാണ് കൊടുക്കാനുള്ളത്? വലിയ തുകയാണ് സർ കൊടുക്കാനുള്ളത്. ക്ഷാമബത്ത കുടിശ്ശിക കൊടുക്കാനുള്ളത് 15,000 കോടിയാണ്. 5 വർഷത്തെ ലീവ് സെൻറ്റർ ആനുകൂല്യം 14,000 കോടിയാണ്. പേ റിവിഷൻ കുടിശ്ശിക 6,000 കോടിയാണ്. ജീവനക്കാർക്ക് ഈ കുടിശ്ശിക ഇനത്തിൽ കൊടുക്കാനുള്ളത് 35,000 കോടി രൂപയാണ്. സർ, സർവീസ് പെൻഷൻകാർ അവർക്ക് DR കുടിശ്ശിക, അവരുടെ DR എന്നാണ് പറയുന്നത്, അത് 6,000 കോടിയാണ്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഇനി കൊടുക്കാനുള്ളത് 1,000 കോടി രൂപയാണ്. സർ, ജീവനക്കാർക്കും അധ്യാപകർക്കും കൂടി 35,000 കോടി രൂപയും പെൻഷൻകാർക്ക് 7,000 കോടി രൂപയും ഉൾപ്പെടെ 42,000 കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാരിലുള്ളത്. സാർ, 1 ലക്ഷത്തിലധികം പെൻഷൻകാർ ഈ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ, ഈ DR കുടിശ്ശിക കിട്ടാതെ മരിച്ചുപോയി. ഇതാണ് സാഹചര്യം. സർ, ക്രൂരമായ അവഗണന ജീവനക്കാരോട്. സാർ, ഇന്ന് സെറ്റോയുടെ നേതൃത്വത്തിൽ അവർ നിയമസഭാ മാർച്ച് ഈ വിഷയത്തിൽ നടത്തിയാൽ സർക്കാർ എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് വ്യക്തമായി ഒരു നിലപാട് സർക്കാർ ഈ സഭയിൽ പ്രഖ്യാപിക്കും എന്ന് ഞാൻ കരുതുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി. സാർ, സബ്മിഷനാകുമ്പോൾ സാധാരണ ചുരുക്കിയാണ് പറയേണ്ടത്. പക്ഷെ അദ്ദേഹത്തിനെ പറഞ്ഞപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല സാർ. സാർ, അതിനകത്ത് ആദ്യമേ ഈ സബ്മിഷൻ്റെ ഭാഗമായിട്ട് വരണ്ടാത്ത ഒരു കാര്യം മെഡിസപ്പ് ഇതിനകത്ത് പറഞ്ഞു. സബ്മിഷൻ്റെ ഭാഗമെന്നല്ല, ഞാൻ ഈ ആനുകൂല്യങ്ങളുടെ കാര്യത്തിനകത്ത് വന്നത്. അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറയാം. സാർ, സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ചിട്ട് ജീവനക്കാർക്കും സർവീസ് പെൻഷൻകാർക്കും 11/3/2024 സർക്കാർ ഓർഡറുകൾ പ്രകാരം 1 ഗഡു ക്ഷാമാശ്വാസം 2024 ഏപ്രിൽ മാസത്തെ ശമ്പളത്തിനൊപ്പം അനുവദിച്ചിട്ടുണ്ട് സാർ. തുടർന്ന് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാനുള്ള നടപടിയാണ് സാർ സർക്കാർ സ്വീകരിക്കുന്നത്. സാർ, ഇവിടെ അദ്ദേഹം പറഞ്ഞ ഈ ലീവ് സറണ്ടർ സംബന്ധിച്ച് സാർ, COVID-19 വ്യാപനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിനുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിൻ്റെ ഭാഗമായി പുറപ്പെടുവിച്ച വിവിധ സർക്കാർ ഉത്തരവുകൾ പ്രകാരം 2021 മുതൽ നടപ്പ് സാമ്പത്തിക വർഷം വരെ ജീവനക്കാരുടെ ആർജിത അവധി സറണ്ടർ അനുവദിക്കുന്നതിൽ സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സാർ. കൊടുക്കേണ്ടതെന്നല്ല, നിയന്ത്രണങ്ങളാണ് സാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ നിയന്ത്രണങ്ങളുടെ പരിധിയിൽ നിന്ന് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ, സബോർഡിനേറ്റ് സർവീസിലെ ഓഫീസ് അറ്റൻഡർമാർ ഉൾപ്പെടെ പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർ, മുനിസിപ്പൽ കണ്ടിജന്റ് ജീവനക്കാർ തുടങ്ങിയവരെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഇവർക്കും പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട് ഇല്ലാത്ത ജീവനക്കാർക്കും EPF പരിധിയിൽ വരുന്ന ജീവനക്കാർക്കും ആർജിത അവധിയുടെ വാർഷിക സറണ്ടർ നിലവിൽ പണമായി അനുവദിക്കുന്നുണ്ട്. PF അക്കൗണ്ട് ഉള്ള ജീവനക്കാർക്ക് ഈ തുക വ്യവസ്ഥകൾക്ക് വിധേയമായി PF-ൽ ലയിപ്പിക്കാനും അനുവാദമുണ്ട്. ഈ നിയന്ത്രണങ്ങളൊന്നും തന്നെ ആർജിത അവധിയുടെ ടെർമിനൽ സറണ്ടർ അനുവദിക്കുന്നതിന്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ടെർമിനൽ സറണ്ടർ അനുവദിക്കുന്നതിന് ബാധകമല്ല, പൂർണ്ണമായിട്ട് അവർക്ക് കിട്ടും എന്നുള്ളതാണ് സാർ.
ഇത് ഉത്തരവുകൾ സർക്കാർ ഉത്തരവുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആർജിത അവധിയുടെ വാർഷിക സറണ്ടർ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 16/3/2024 ഒരു പ്രത്യേക ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട് സാർ. അതുപോലെ തന്നെ ഈ പെൻഷൻ കുടിശ്ശിക 4 ഗഡുക്കളായിട്ടാണ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നത് ശമ്പള പരിഷ്കരണത്തിന് സമയത്ത്. അതിനകത്ത് 3 ഗഡുക്കളും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിലാണ് 1 ഗഡു ഏറ്റവും അവസാനത്തെ കൊടുത്തത്. ഇനി 1 ഗഡു കൂടി അതിനകത്ത് കൊടുക്കാനുള്ള 600 കോടിക്കടുത്ത് രൂപ ആണ് ആ മേഖലയിൽ കൊടുക്കാനുണ്ട് എന്നുള്ളത്. അതാണ് ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഭാഗമായിട്ട് 4 ഗഡുവായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞത് അത് PF ചേർക്കുന്നത് നീട്ടിവെച്ചിട്ടുണ്ട്. അതിനകത്ത് ജീവനക്കാർക്ക് ആ PF തന്നെ ചേർത്ത് കൊടുക്കുമെന്നുള്ളതിനകത്ത് യാതൊരു നിലപാട് വ്യത്യാസമില്ല സാർ. ഞാനിത് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണുക എന്നല്ലാതെ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ അദ്ദേഹം ഇങ്ങനൊരു കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ടാണ് സാർ. മെഡിസെപ്പ് സംബന്ധിച്ച് അങ്ങ് ഒന്നും പഠിച്ചിട്ട് അങ്ങ് ഇവിടെ നടത്തിയ ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാനൊരു തർക്കത്തിനും വഴക്കിനൊന്നുമില്ല. കാരണം മെഡിസെപ്പ് എന്ന് പറയുന്നത് ഈ സർക്കാർ, 2ാം പിണറായി സർക്കാർ നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ് സാർ. അത് 500 രൂപ വെച്ചാണ് കളക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു ദേശസൽകൃത ഇൻഷുറൻസ് കമ്പനിയാണ് എടുത്തത്. സർക്കാരിൻ്റെ നേരിട്ടുള്ള പണം കൊടുക്കുക എന്നുള്ളത് അല്ലാതെ സർക്കാർ ഇങ്ങനെ നിയന്ത്രിച്ച് ഇതിനകത്ത് ഇടപെടുന്നില്ല. അതൊരു ഇൻഷുറൻസ് സംവിധാനമാണ് സാർ. അതിനകത്ത് ആ കമ്പനി പറഞ്ഞിട്ടുള്ള 1 വർഷത്തേക്ക് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ തുകയെക്കാളും അധികം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ക്ലെയിം സംബന്ധിച്ച് ചില പരാതികൾ നേരത്തെ വലിയ തോതിൽ വരുന്നുണ്ടായിരുന്നു. ഞാൻ അത് പരിശോധിച്ചു. ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ട് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട്. 97% ഇപ്പോൾ ആശുപത്രി കിടക്കുന്ന ഉൾപ്പെടെയുള്ള ക്ലെയിം കൊടുത്തിട്ടുണ്ട് സാർ. ആ കമ്പനിയുടെ കൊടുക്കുന്ന തുകയെക്കാളും അധികമാണ് ഞാൻ മനസ്സിലാക്കുന്ന. ആദ്യത്തെ വർഷമൊക്കെ 500 ചില്ലാനും കോടി രൂപ അവർക്ക് കിട്ടുന്നതിൽ 700 ചില്ലാനും കോടി രൂപ ചിലവാകുന്നുണ്ട് എന്ന തരത്തിലാണ് ആദ്യ വർഷത്തെ കണക്ക് വന്നത്. ആ കണക്കുകൾ ഉൾപ്പെടെ ഉണ്ട്. അതിനകത്തുനിന്ന് സർക്കാർ എങ്ങനെ എടുത്തു? അങ്ങേപ്പോലെ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഗവൺമെൻറ്റിൻ്റെ 2 വശങ്ങളും തന്നെയാണ് സാർ. അങ്ങനൊരു കാര്യം പറയാൻ പാടുണ്ടോ? 300 കോടി രൂപ സർക്കാർ അതിൽ നിന്ന് ലാഭം എടുക്കുന്നു. സർക്കാരിന് അതിൽ നിന്ന് ലാഭം എടുക്കേണ്ട കാര്യം എന്താണ്? അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ അങ്ങ് പറഞ്ഞോട്ടെ. അല്ല 6,000 രൂപയാണ് 12 മാസത്തിൽ നിന്ന് മേടിക്കുന്നത്, അവരുടെ നിന്ന് വാങ്ങിക്കുന്നത് 6,000 രൂപ 500 രൂപ വെച്ചിട്ട്. നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്നത് 5,400 രൂപയാണ്. ബാക്കി 600 രൂപ നിങ്ങൾ സേവ് ചെയ്യാണ്. 40 കോടി രൂപ സേവ് ചെയ്യാണ് ഗവൺമെന്റ്. ഇതുപോലെ കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇത് പിന്നെ ബഡ്ജറ്റ് സെഷനാണ് സാർ. ബഡ്ജറ്റ് സെഷൻ ആയതുകൊണ്ട് ഇതൊക്കെ വിശദമായി സംസാരിക്കാൻ അവസരമുണ്ട്. ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് അങ്ങ് പറഞ്ഞല്ലോ സാർ, ഈ കാറ്റോസ്ട്രോഫിക് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പണം മാറ്റി വെക്കുന്നുണ്ട്. കാറ്റോസ്ട്രോഫിക് അതായത് ഹാർട്ട് മാറ്റി വെക്കുക, മുട്ട് മാറ്റി വെക്കുക, കിഡ്നി മാറ്റി വെക്കുക തുടങ്ങിയതിന് പ്രത്യേക ഒരു ഫണ്ടാണ്. അതിന് 31 കോടി രൂപയൊക്കെ ഒരു വർഷത്തേക്ക് വെച്ചിരിക്കുന്നത് സാർ. ആ തുകയെല്ലാം അത് കഴിഞ്ഞും പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. ആ പണമൊന്നും പ്രത്യേകമായി മാറ്റിവെക്കുന്നില്ല. ഇത് കാറ്റസ്ട്രോഫിക് എന്ന് പറയുന്ന പ്രത്യേക ഇനം രോഗങ്ങൾക്ക് വേണ്ടി സാർ. അതിനകത്ത് ഒറ്റ കാര്യം മാത്രം ഗവൺമെന്റ് ശ്രദ്ധിച്ചു സാർ. 32 കോടി രൂപ വെച്ചതിനകത്ത് 31 കോടി രൂപയെ മുട്ടുമാറ്റി വെച്ചു. അത് ഈ മുട്ടുമാറ്റി വെക്കുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി വഴി ആവണമെന്ന് കാര്യം ആലോചിച്ചു. ഇതിനുള്ള പണമെല്ലാം കൊടുക്കുന്നുണ്ട്. കാരണം അതിനകത്ത് ഇന്ത്യയിൽ നിന്ന് അല്ല, ലോകത്ത് തന്നെ ഇങ്ങനൊരു സംവിധാനം ഇല്ല. അത് ഇനി വീണ്ടും അടുത്ത ടെൻഡർ വിളിക്കേണ്ട സമയമായി. ഇനിയിപ്പം വീണ്ടും ഡിസ്കഷൻ നടത്തി ടെൻഡർ വിളിക്കുമ്പോൾ എന്താണെന്നറിയില്ല. അതിനകത്തുനിന്ന് സർക്കാർ ആ മുഴുവൻ പണവും കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറൊരു കാര്യവും അതിനകത്ത് സർക്കാരിനില്ല. ആ പണം കാറ്റോസ്ട്രോഫിക്ക് വേണ്ടി എഗ്രിമെന്റ് അനുസരിച്ച് അതാണ് വെച്ചേക്കുന്നത് എന്നുള്ളത് പറയുക. കാരണം അങ്ങയുടെ ഈ സ്റ്റേറ്റ്മെന്റ് പോകുന്നത് ഇങ്ങനൊരു സ്ഥലത്തല്ല, നേരെ അതിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പോകും. അപ്പോൾ അതിൽ നിന്ന് വരെ 300 കോടി രൂപ സർക്കാർ അടിച്ചു മാറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേരളം എന്ന് പറയുന്നൊരു സ്റ്റേറ്റിന് പേരുദോഷമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ വസ്തുത ഞാൻ പറഞ്ഞാണ്. അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സാർ. ബാക്കി കാര്യങ്ങളിൽ ഇൻഷുറൻസ് കമ്പനിയായി ബന്ധപ്പെട്ടിട്ടാണ് സാർ. ആ പണം മുഴുവൻ അങ്ങോട്ട് പോകുന്നതാണ്, ഇൻഷുറൻസ് കമ്പനിക്ക് പോകുന്നത് സാർ. പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് എന്തുകൊണ്ടാണ് സാർ ഈ കാര്യം വന്നെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് സാർ. ഇവിടെ അങ്ങ് ചോദിച്ച പ്രശ്നമുണ്ട്. പ്രകൃതി ദുരന്തങ്ങളും നോട്ട് നിരോധനവും കേന്ദ്ര ധനകാര്യ കമ്മീഷനുകളുടെയും കേന്ദ്ര നികുതി വിഹിതം നിശ്ചയിക്കുന്നതിലെ മാനദണ്ഡങ്ങളിൽ വന്ന മാറ്റവുമൊക്കെ സംസ്ഥാനത്തിനുണ്ടാക്കിയ കുറവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ. സാർ, ഈ നമുക്ക് വരുന്ന ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ അവരുടെ നിലപാട്, അതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് പണം തരുന്നതിനുള്ള തടസ്സം, ഇതെല്ലാം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പബ്ലിക് അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് വെട്ടിക്കുറച്ചത്, കിഫ്ബിയുടെയും മറ്റും പേര് വെട്ടിക്കുറച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു സാർ. നമുക്ക് കോവിഡ് സമയത്ത് 5% GSDPയുടെ 5% ലോൺ എടുക്കാൻ അവകാശം ഉണ്ടായിരുന്നു സാർ. അത് കുറഞ്ഞ് വെട്ടിക്കുറച്ചപ്പോൾ 3.5% സാർ. ആ 3.5% എടുക്കാനുള്ള അവകാശം തൊട്ട് മുമ്പ് പറഞ്ഞു. 3.5% എടുക്കാനുള്ള അവകാശം 2.44% 2022-23 കുറച്ചു എന്ന് പറഞ്ഞാൽ 11,000 കോടിയാണ് ആ വർഷം നമുക്ക് എടുക്കാനായിട്ട് അനുവദിച്ചു തന്ന റിസർവ് ബാങ്കിന്റെ കണക്കിൽ തന്നു വെട്ടിക്കുറച്ചത് സാർ. ഈ തൊട്ട് മുമ്പത്തെ വർഷം ഈ കഴിഞ്ഞ മാർച്ച് വരെ ഉള്ളതിനകത്ത് ഇതേപോലെ 2.8% എടുക്കാനേ സംബന്ധിച്ചുള്ളൂ. അതും ഒരു 8,000 കോടി രൂപ കുറഞ്ഞു. ഇങ്ങനെ 19,000 കോടി രൂപ ഈ അനുവദിച്ചത് തന്നെ വെട്ടിക്കുറച്ചതാണ് സാർ. ഇങ്ങനെ ഉള്ള കണക്കുകൾ വരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 2023-24 അക്കൗണ്ടന്റ് ജനറലിന്റെ പ്രാഥമിക കണക്കനുസരിച്ചിട്ട് നമുക്ക് തരാനുള്ള
ഗ്രാൻറ്റിനകത്ത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം 13,000 കോടി രൂപയുടെ കുറവാണ് സാർ വന്നേക്കുന്നത്. സാർ ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനകരമായി പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും എന്തും പറഞ്ഞോട്ടെ സാർ, കാരണം രാഷ്ട്രീയമാണ്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും നന്നായി ഈ ഫിസ്ക്കൽ കൺസോളിഡേഷൻ വരുത്തിയിട്ടുള്ള സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം. കേരളത്തിലെ കഴിഞ്ഞ 10-50 വർഷക്കാലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി ഈ കാര്യങ്ങളിൽ ബെറ്ററായ ഒരു പൊസിഷൻ നമുക്ക് ഇത്രയും തരാതിരുന്നിട്ട് പോലും പിടിച്ചു നിൽക്കുന്നു എന്ന നിലയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളത് റിസർവ് ബാങ്കിൻ്റെ കണക്കുകളിലും AGയുടെ കണക്കുകളിലും എല്ലാം ഉണ്ട് സാർ. അത്രയും വെട്ടിക്കുറവ് വന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് സാർ. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ 11ാം ധനകാര്യ കമ്മീഷന്റെ ശമ്പള പരിഷ്കരണം നടത്തിയത് ഇന്ത്യയിൽ എത്ര സ്ഥലത്തുണ്ട് സാർ? 2-3 സ്റ്റേറ്റിലുണ്ട് സാർ. കേന്ദ്ര ഗവൺമെന്റ് പോലും കൊടുത്തില്ല സാർ. കേരളത്തിലെ ജീവനക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ജീവനക്കാർക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് കിട്ടാത്ത വിഷമമുണ്ടാവും സാർ. ഇന്ത്യയിൽ എവിടെയും കേന്ദ്ര ധനകാര്യ ഈ ശമ്പള പരിഷ്കരണം ഈ 2-3 സ്റ്റേറ്റ് ഒഴിച്ച് നടത്തിയിട്ടില്ല. ആന്ധ്ര നടത്തി, കേരളം നടത്തി, വളരെ കുറച്ച് സ്റ്റേറ്റിലേ ഉള്ളൂ സാർ. അങ്ങനെ നടത്തുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം വാർത്ത വന്നല്ലോ, PSC അപ്പോയിൻമെന്റ് ഇവിടെ നടക്കുന്നു സാർ. ഇന്ത്യയിലാകെ നടക്കുന്ന അപ്പോയിൻമെന്റിന്റെ 60% കേരളത്തിലാണ്. അങ്ങനെ നടക്കുന്നൊരു സ്ഥലത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള ചെറിയ കാര്യമല്ല സാർ. കഴിഞ്ഞ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി തുടങ്ങിയത് 2021 ഏപ്രിൽ മുതലാണ് സാർ. അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന 1,38,000 കോടിയാണ് ആനുവൽ എക്സ്പെൻഡിച്ചർ എങ്കിൽ 1,63,000 കോടി ചെലവായത് ഈ സർക്കാർ വന്ന ആദ്യത്തെ വർഷമാണ്. ആ പണം എല്ലാം കൃത്യമായി കൊടുക്കുകയും DA കുടിശ്ശിക സാർ 2017 മുതലുള്ള DA കുടിശ്ശിക ഒരുമിച്ചാണ് അത് കൊടുക്കുന്നു സാർ. ഇത് പറയുമ്പോൾ നേരത്തെ അല്പ രാഷ്ട്രീയം കടത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് പറയുമല്ലോ, നേരത്തെ കുടിശ്ശികയും DAയും ഒന്നും കൊടുക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് പറയുന്നില്ല സാർ. കൊടുക്കാത്ത അല്ലെങ്കിൽ ഇതേപോലെ വന്നതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാലത്ത് ഒക്കെ ഉണ്ടായിട്ടും ഇതെല്ലാം ആ സമയത്ത് തന്നെ ഈ സർക്കാർ കൊടുത്തതാണ് സാർ. സാർ ഈ കാര്യങ്ങളെല്ലാം ഈ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വന്നിട്ടും ഇതെല്ലാം കൊടുക്കാനായിട്ടുള്ള ശ്രമം നമ്മുടെ നടക്കുന്നുണ്ട്. ജീവനക്കാർക്ക് കൊടുക്കാൻ അർഹമായത് കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ സർക്കാരിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് സാർ ഇതിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നു. ഈ ഫിസ്ക്കൽ കൺസോളിഡേഷൻ ഒന്നുകൂടെ സാർ, നമ്മുടെ ആനുവൽ ബോറോയിങ്ങിൽ തന്നെ ആകെയുള്ള ബോറോയിങ്ങിൽ തന്നെ നല്ല കുറവ് വന്നിട്ടുണ്ട്. കുറേ കേന്ദ്രം അനുവദിക്കാത്തതുകൊണ്ടാണ്, പക്ഷേ നമുക്ക് ആകെ എടുത്ത കടത്തിനകത്ത് നല്ല കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന കാലത്ത് സമീപഭാവിയിൽ തന്നെ ജീവനക്കാരുടെ അധ്യാപകരുടെയും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുക എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അതിനാവശ്യമായ നിലപാടെടുക്കുമെന്ന് ധൈര്യമായിട്ട് അങ്ങക്ക് ഇന്ന് ഈ സമരത്തിൻ്റെ ഭാഗമായി പറയാനാണല്ലോ. എന്തായാലും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയൊക്കെ ആനുകൂല്യം കൊടുക്കും എന്നുള്ളത് ശക്തമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ആനുകൂല്യം കൊടുക്കുക എന്ന് തന്നെയാണ് സാർ.